വയനാട് കൽപ്പറ്റ തുർക്കി ബസാർ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിലിരുന്ന അനുബന്ധ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വൻതോതിൽ മണ്ണിടിഞ്ഞതോടെ തൂൺ ഏത് നിമിഷവും താഴേക്ക് പതിക്കുമെന്ന അവസ്ഥയിലാണ്. വൻതോതിൽ മണ്ണിടിഞ്ഞത് മൂലം സമീപത്തെ വീടിനും ഭീഷണിയുണ്ട്. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മോഹൻ, വലിയ അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ആരും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലേ? നമ്മൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? സുജയ പാർവതി, കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള തുർക്കി ബസാറിനോട് ചേർന്ന പ്രദേശമാണിത്. ഈ തുർക്കി ബസാറിൽ ഒരു പാലമുണ്ട്. വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യവും പ്രതിഷേധത്തെ തുടർന്ന് അന്നൊരു പാലം നിർമ്മിച്ചിരുന്നു. ഈ പാലത്തിനോട് ചേർന്ന ഒരു അനുബന്ധ റോഡാണിത്. ഈ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ തകർന്നത്. ചേച്ചി, ഇപ്പോൾ ഒരു ചേച്ചി ഇതിൽ പോകുന്നുണ്ട്. എന്താണ് സ്ഥിതി? എങ്ങനെയാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റിയ അവസ്ഥ? നല്ല ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വണ്ടി പോകാൻ, ഞങ്ങളെപ്പോലുള്ളവർക്ക് പോകാൻ ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. കുറേ വർഷമായല്ലോ ഇത് തുടങ്ങിയിട്ട്. പ്രദേശവാസി പറഞ്ഞതുപോലെ നാളുകളേറെയായി ഇപ്പോൾ ഇവിടെ ഒരു വാഹനം ചെളി പൂണ്ട് കിടക്കുകയാണ്. വാഹനം കയറി പോകുന്നില്ല. ഈ റോഡിൻ്റെ അരികിലുള്ള ചേട്ടാ, വണ്ടി പോകുന്നുണ്ടോ? തള്ളിത്തരണോ? വണ്ടി പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ അലമ്പ്. വണ്ടി പോവില്ല. ഇത് വണ്ടി പോവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അലമ്പില്ല ഉണ്ടാക്കി വെച്ചിക്കണേ ഇവിടെ. ഈ റോഡിൻ്റെ അരികിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ റോഡിൻ്റെ അരികിലാണ് സംരക്ഷണ ഭിത്തി ആദ്യം പണിതത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കനത്ത മഴയിൽ ഈ അരികിലുള്ള കൽമതിലുകൾ തകർന്നു പോയത്. ഇതിൻ്റെ സംരക്ഷണ പ്രവൃത്തി നടക്കുന്നതിനിടയിലായിരുന്നു കനത്ത മഴയെ തുടർന്ന് ഈ ഭിത്തി തകർന്നത്. കനത്ത മഴയിൽ തോട്ടിലൂടെ ശക്തമായ ഈ വെള്ളം ഒഴുകിയതോടുകൂടി സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. മാത്രമല്ല, ഇതിൻ്റെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ പ്രവർത്തനം പണി നടന്ന് എന്നും ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്താണ് ഇതിലൊരു അശാസ്ത്രീയത എന്ന് പ്രദേശവാസികളായി നിങ്ങൾ പറയുന്നത്? ഇത് ഈ റോഡ് ഇവിടെ 2013 ഇതിൻ്റെ പാലപ്പണി ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമായിരുന്നു ഇവിടെ ഒരു പാലം വേണമെന്നുള്ളതും. അതുപോലെ തന്നെ കൽപ്പറ്റ ടൗണിൽ മിനി ബൈപ്പാസ് പ്രപ്പോസലായിട്ടാണ് ഈ പാലം തന്നെ വരുന്നത്. 2013 പാലത്തിൻ്റെ പണി ആരംഭിച്ചപ്പോൾ 2015 തന്നെ പാലം പണി പൂർത്തിയായി. വളരെ വേഗത്തിൽ പാലം പണി പൂർത്തിയായി. പക്ഷേ തുടർന്ന് ഇങ്ങോട്ടുള്ള ഈ 40 മീറ്റർ അപ്രോച്ച് റോഡിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയുള്ളത്. അപ്രോച്ച് റോഡിന് മാത്രം 2,94,00,000 രൂപ ഫണ്ട് വകയിരുത്തിയതാണ്. പക്ഷെ അവിടെ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺട്രാക്ടർ തോന്നിയ രൂപത്തിലാണ്. ഇപ്പോൾ ഇതിവിടെ ആർക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു മിനിമം മണ്ണിടുകയും അതിൻ്റെ മുകളിൽ റോളർ വെച്ച് അത് ഉറപ്പിക്കുകയും ശേഷം വീണ്ടും മണ്ണിട്ട് ഉറപ്പിക്കുന്ന സിസ്റ്റമാണ് വേണ്ടത്. സൈഡ് കെട്ടുമ്പോൾ താഴ്ന്ന് ഫില്ലർ കൊടുത്തുകൊണ്ട് എന്ത് വേണം, സൈഡ് കെട്ടി വരണം. ഈ സിസ്റ്റങ്ങളൊന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല. അതൊന്നും പാലിക്കാതെ തോന്നിയതുപോലെ കല്ല് കെട്ടി പോകുന്ന അവസ്ഥയുണ്ടായത്. 20 അടിയോളം ഹൈറ്റ് വരുന്ന ഭാഗമുണ്ട്. അവിടെയൊക്കെ കേവലം സാധാ ഒരു ബെൽറ്റ് വാർത്ത് കല്ല് കെട്ടി കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞതാണ്. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എഞ്ചിനീയറുടെ സാങ്ഷൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ മഴ പെയ്തപ്പോഴേക്ക് ഇത് തോട്ടിലേക്ക് മറിഞ്ഞു വീണു. യഥാർത്ഥത്തിൽ സൈഡിൽ തോടുണ്ടാകുമ്പം ആ തോടിൻ്റെ ഇരുന്ന് പോകാതിരിക്കാൻ വേണ്ടി അവിടെ പാക്ക് ചെയ്യുകയും താഴ്ന്ന് കോളം വാർക്കുന്നത് പോലെ ഓരോ 10 മീറ്ററിലും തൂണ് കൊടുത്തുകൊണ്ട് വേണം ആ സൈഡിൽ വർക്കെടുക്കാൻ. അത്തരത്തിലുള്ള വർക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ റോഡിൻ്റെ അനുബന്ധ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചത്. മാത്രമല്ല, ഈ അരികുകളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാം ഈ സൈഡിലുള്ള കൽമതിൽ ഇടിഞ്ഞു പോയി ഇതിലെ മണ്ണുകളെല്ലാം തന്നെ പുറത്തോട്ട് തള്ളി വരുന്നൊരവസ്ഥയുണ്ട്. കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇത് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. തട്ടിക്കൂട്ട് പ്രവൃത്തി തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അതിനുശേഷം 2 മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും റോഡ് പണി പാതി വഴിയിൽ തന്നെ നിലച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത്. പ്രവൃത്തിയും മന്ദഗതിയിലായിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ പ്രദേശവാസികളുടെ ഈ ദുരിതം മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണം. ചേട്ടാ, ഇതിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്? എന്താ സ്ഥിതി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കല്ലിട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര പോവുക, അല്ലെങ്കിൽ തീരെ ഇതിൽ യാത്ര പോകാൻ കഴിയൂല. ഈ മണ്ണ് ഈ സ്വാമീൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ ഈ മണ്ണ് ഇവിടുന്ന് കോരിക്കൊണ്ടാൽ 4-5 ടിപ്പറൊക്കെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളത് പറ്റൂല, ഇവിടെ ഇടണമെന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ ഇതാക്കിയതാണ്. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ മണ്ണ് ഇവിടെ ഇടലും ഈ കല്ലായിട്ട് കെട്ടലും. ഈ കല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ അടിയിൽ നമ്മൾ ബെൽറ്റ് ഇടണം. അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായി ശാസ്ത്രീയമായി ബെൽറ്റ് കെട്ടി അതിന് മുകളിൽ കല്ല് കെട്ടിയാൽ മാത്രമേ ഈ സംരക്ഷണ ഭിത്തി ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്ത് ശക്തമായ കനത്ത മഴ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള ശ്രമം അവിടെ അധികൃതർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ.